ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത്, ഞാനിപ്പോൾ നമ്മുടെ ഈ ക്യൂബോൻ്റെ ഈ കാർ എയർ പ്യൂരിഫയർ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് 2-3 ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഇനീഷ്യൽ റിവ്യൂ പോലെ ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് നമുക്ക് പ്രൈസ് വരുന്നത് 3000 രൂപയാണ്, 2999 രൂപ ആണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. മെറ്റൽ ബിൽഡും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് സ്മാർട്ട് എയർ ക്വാളിറ്റി കൺട്രോൾ വരുന്നുണ്ട്, ലോ നോയ്സാണ് എയർ പ്യൂരിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് റിമൈൻഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലോയ് പ്രീമിയം അലുമിനിയം ബോഡി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. പിന്നെ 3 ലെയർ ഫിൽട്രേഷനാണ് വരുന്നത്. പിന്നെ നമുക്ക് 2.5 PM2.5 ഒക്കെ റിമൂവ് ചെയ്യും. നെഗറ്റീവ് അയൺ ടെക്നോളജി വരുന്നുണ്ട്. നമുക്ക് ഓർഡർ റിമൂവറും വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോസ് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ കാർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സാധനം ഓൺ ആയിക്കോളും. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ആംബ്രൈൻ്റെയും ഒരു എയർ പ്യൂരിഫയർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഞാൻ റിവ്യൂ സെപ്പറേറ്റ് വേറെ ഇടാം. അപ്പോൾ ഇത് ആംബ്രൈൻ്റെ എയർ പ്യൂരിഫയറിന് ഓൾമോസ്റ്റ് 2200 പ്രൈസ് വരുന്നുള്ളൂ. ഇതിനാകുമ്പോൾ നമുക്ക് 2990 ഓൾമോസ്റ്റ് 3000 രൂപ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കാണിച്ചെന്ന പോലെ ഇതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിൽറ്ററിന് പ്രൈസ് വരുന്നത് 900 രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത്. ആംബ്രൈൻ്റെ പ്രൈസ് ഫിൽറ്ററിന് വരുന്നത് 500 രൂപയാണ്. ആംബ്രൈനാണ് പ്രൈസ് കുറവ്. ഞാനിനി ഫിലിപ്സിൻ്റെ കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫിലിപ്സിൻ്റെ 3500 4000 ആ റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് നല്ല സാധനം, നല്ല ക്വാളിറ്റി പ്രൈസ് വരുന്നത് നോക്കി നോക്കാം. അപ്പോൾ ക്യൂബോൻ്റെ ഞാൻ ഇത് കാണിച്ചു തരാം. ഇതാണ് സംഭവം. നമ്മുടെ ക്യൂബോൻ്റെ ഞാൻ ഇതിവിടെ കപ്പ് ഹോൾഡറിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഇവിടെ സിഗരറ്റ് ലൈറ്റർ അല്ലേ ഞാൻ കുത്തിക്കുന്നത്. ഇതിൽ ഓൾറെഡി ഇൻബിൽഡായിട്ട് ടൈപ്സ് എന്താ പറയുക USB കേബിൾ പോർട്ട് ഉണ്ട്, അവിടെ ഞാൻ കുത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുത്തിക്കുന്നത് ക്യൂബോൻ്റെ തന്നെ നമ്മുടെ ഇതാണ്, നമ്മുടെ ഡാഷ് ക്യാമറയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഇതിന് മെയിൻ വേറൊരു കോൺ എന്താ വെച്ചാൽ, നമുക്കിതിൽ നമ്മുടെ എയർ വലിക്കുന്ന ഇതുണ്ടല്ലോ, ഇന്ന് വരുന്ന സ്ഥലം ഭയങ്കര കുറവാണ്. ഇത്രയേ ഉള്ളൂ ആകെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലോക്കേജ് വരുന്നുണ്ട് നമ്മളിങ്ങനെ വെക്കുമ്പോൾ തന്നെ. ഇപ്പോൾ ചില കാറിൻ്റെ ഉള്ളിൽ നല്ലോണം ഡീപ്പായിട്ട് വരുന്ന കപ്പ് ഹോൾഡറൊക്കെ ആണെങ്കിൽ നമ്മളെ ബ്ലോക്ക് പെട്ടെന്ന് വരും. ഇതിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് മെയിൻ ഇവിടുത്തെ ഇഷ്യൂ വരുന്നത്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഔട്ട് ഫ്ലോ ആയാലും കുറച്ച് ഇഷ്ടം കുറവാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ സ്മെല്ല്, ഞാൻ ആക്ച്വലി പെർഫ്യൂമൊക്കെ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്മെല്ലൊക്കെ അത്യാവശ്യം എന്താ പറയുക ക്ലീൻ ചെയ്ത് കളയുന്നുണ്ട്. ഞാൻ കാറൊന്ന് ഓണാക്കി കാണിച്ചു തരാം. കാർ ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാധനം ഓൺ ആവട്ടെ. ആംബറിൻ്റെ ഇഷ്യൂ അതായിരുന്നു. ആംബറിനെ ഓട്ടോമാറ്റിക്കലി ഓൺ ആവില്ല. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറെ ഓണാക്കണം. കാർ ഓണാക്കി ഓട്ടോമാറ്റിക് ഓണായി കണ്ടു. അപ്പോൾ ഇനി ഞാൻ വാതിൽ തുറന്നിട്ടുണ്ട്, അതാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 3 മോഡുണ്ട്. ഇത് ഹിറ്റ് ചെറിയ സൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഇതാണ് ചെറിയ സൗണ്ട് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള പ്യൂരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓർഡർ റിമൂവൽ ഇപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെർഫ്യൂമൊക്കെ അടിക്കുമ്പോൾ അത്യാവശ്യം സാധനം കുഴപ്പമില്ലാണ്ട് ഒരു 5 to 10 മിനിറ്റ് എടുത്തിട്ട് ഓർഡറൊക്കെ റിമൂവ് ആവുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഇഷ്യൂ ഇതാണ് കണ്ടു. ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ എയറിനെ വലിച്ചെടുക്കാനുള്ള ഔട്ട്ലെറ്റ് ഭയങ്കര ചെറുതാണ്. അതുപോലെ എനിക്ക് തോന്നുന്നത് ഫാൻ്റെയും കുറച്ച് പെർഫോമൻസ് കുറച്ച് കുറവാണ്. അതല്ലാണ്ട് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നല്ലതാണ് കേട്ടോ. ഫിൽറ്ററും നല്ലതാണ്. ഇപ്പോൾ ഫിൽറ്റർ ഓൾറെഡി മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ലതാണ്. പിന്നെ നമുക്കിതിൽ നെഗറ്റീവ് ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. സംഭവം മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ അൺബോക്സിംഗ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ക്യൂബോ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ഗ്രൂപ്പുകാരുടെയാണ്. പക്ഷേ ഇത് മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്, അവർ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക, ഞാൻ താക്കോൽ നൂറിട്ടില്ലെങ്കിൽ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്യൂബോൻ്റെ ഒരു ഇനീഷ്യൽ റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ഫിലിപ്സിനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ബ്രാൻഡഡ് ഫിലിപ്സ് നിങ്ങൾക്കറിയായിരിക്കും, എയർ പ്യൂരിഫയറിൽ അത്യാവശ്യം ഫേമസ് സാധനമാണ്. അപ്പോൾ ഫിലിപ്സിൻ്റെ കുറേ മോഡൽസുകളുണ്ട്. 4000 റേഞ്ച് തൊട്ട് 16000 10000 വരെ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ കാറിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് ഒരു സെഡാനൊക്കെ പറ്റുന്ന ഒരു മോഡലിൽ ഞാൻ ആക്ച്വലി എന്താ പറയുക ഫിലിപ്സിൻ്റെ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് അവസാനം ഡെലിവറി ആയിട്ടില്ല വന്നിട്ട് നമുക്ക് ഇനീഷ്യൽ റിവ്യൂ അൺബോക്സിങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ആംബ്രൈൻ എൻ്റെ വേറെ കാറിൽ ഞാൻ വെച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ മാറ്റി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഞാൻ റിവ്യൂ സെപ്പറേറ്റ് വേറെ കാണിച്ചു തരാട്ടെ. ഇത് പ്ലാസ്റ്റിക് ബോഡിയാണ്, ഇതിന് സെപ്പറേറ്റ് വേറെ പറയാം. ഇപ്പോൾ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണ്ട. അപ്പോൾ 2990 രൂപയ്ക്ക് നിങ്ങൾക്കിത് വാങ്ങിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സലൻ്റ് എന്നൊന്നും പറയില്ല. ഒരു 5 ഔട്ട് ഓഫ് 5 നമുക്ക് വേണമെങ്കിൽ ഒരു 3.4 അല്ലെങ്കിൽ 3.8 3.9 ഒക്കെ റേഞ്ച് നമുക്ക് കൊടുക്കാട്ടെ സാധനത്തിന്. മോശമില്ലാത്ത സംഭവം. അതായത് പ്രൈസ് കൊടുക്കുമ്പോൾ മോശമില്ലാത്ത. പിന്നെ നിങ്ങൾ കുറേ കണ്ടുകൊണ്ടായിരിക്കും ഈ ഗുഡ് എയർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കുറേ ചാർക്കോൾ ആക്ടിവേറ്റ് ചെയ്തിട്ട് ചാർക്കോളിൻ്റെ സാധനം കിട്ടും 2000 രൂപയ്ക്ക് 2500 രൂപയ്ക്ക്. അത് ആ കുതിര സാധനം ഒന്നും വാങ്ങിച്ചെടുത്തിട്ടാ. അതിനെക്കാട്ടൊക്കെ എന്തുകൊണ്ടും ബെറ്റർ സാധനം. അത് വെറുതെ ആക്ടിവേറ്റ് ചാർക്കോളാണ്. അതിന് സ്മെല്ല് വലിച്ചെടുക്കാനുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് 1000 രൂപ 500 കൊടുത്ത വേറെ സംഭവം നല്ല കിട്ടും. മറ്റത് ചുമ്മാ ബ്രാൻഡ് നെയിം അടിച്ച് കയറ്റി വിൽക്കുകയാണ്, തട്ടിപ്പ് പരിപാടിയാണ്. അത് എനിക്ക് 2500 കൊടുത്ത സാധനം വാങ്ങിക്കരുത്. 500 കൊടുക്കുകയാണെങ്കിൽ ആ സാധനം വാങ്ങിക്കാം. അല്ലാണ്ട് 2500 കൊടുത്തിട്ട് ആ ഹാങ്ങിങ് സാധനം ഒന്ന് വാങ്ങിച്ചിട്ട് എടുത്തിട്ടാ.
അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസാണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ സർട്ടിഫിക്കേഷൻസുകളൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. നമ്മൾ ഇടയ്ക്ക് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇൻസ്റ്റാഗ്രാം പേരും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിക്കാത്തവർ ഫോളോ അടിക്കുക. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്ത കാണാം. ബൈ.